നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എല്ലാം ഈശ്വരനാണ് എന്ന് വിശ്വസിച്ചാൽ, എല്ലാ സൃഷ്ടികളും ഈശ്വരൻ്റെതാണ് എന്ന് വിശ്വസിച്ചാൽ, എല്ലാത്തിൻ്റെയും നിയന്ത്രണം ഈശ്വരനാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ചെയ്യുന്ന സകല പുണ്യപാപങ്ങൾക്കും ഉത്തരവാദിയും ഈശ്വരനാണ് എന്ന് വരും. അപ്പോൾ പൂജകൾക്കും പ്രാർത്ഥനകൾക്കും എന്ത് പ്രസക്തി എന്ന ചോദ്യം ഉയർന്നു വരും. ഇവിടെ ഒരു ഉത്തരമേയുള്ളൂ. പ്രാർത്ഥനകൾ ജ്ഞാനമുണ്ടാക്കും. ജ്ഞാനം മുക്തി പകർന്നു തരും. അതായത് ഒരു ജ്ഞാനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തനാകുന്നു, എന്നാൽ അജ്ഞാനി മരണത്തോടെ മാത്രമേ മുക്തനാകുന്നുള്ളൂ. കല ഈശ്വരനിലേക്ക് നമ്മെ നയിക്കുന്ന വാതിലുകളാകാറുണ്ട്. ഇതൊന്നും വേണ്ടാത്ത ലളിതമായ അനുഷ്ഠാനമാണ് സന്ധ്യാപ്രാർത്ഥന. കേൾക്കാം സന്ധ്യാനാമം. ഹര ഹര നമ പാർവതീപദയേ മഹാദേവ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മിം സദാ ശിവം. ശംഭോ ശങ്കര പാർവതി രമണ പശുപതി പരമേശ. 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 ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. പശുപതി പരമേശ. പശുപതി പരമേശ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. ഗംഗാധര ശിവ. പശുപതി പരമേശ. 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 ശംഭോ ശങ്കര പാർവതി രമണ പശുപതി പരമേശ. ശംഭോ ശങ്കര പാർവതി രമണ പശുപതി പരമേശ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. ചന്ദ്രചൂഡാ ഗംഗാധര ശിവ. പശുപതി പരമേശ. 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 എനിക്ക് രാജ്യമോ സ്വർഗമോ മോക്ഷമോ ആവശ്യമില്ല. ദുഃഖിതരായ ജീവികളുടെ ദുഃഖങ്ങളെല്ലാം അകലുക എന്നതാണ് ആഗ്രഹം എന്ന് പറഞ്ഞ് ജീവിച്ച രാജാവാണ് രന്തിദേവൻ. അദ്ദേഹത്തിന്റെ കഥയാണ് ഇന്നത്തെ കഥയമ്മ വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം.
മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മനനം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. മൃഗങ്ങൾക്കില്ലാത്തതായിട്ടുള്ള പല ഗുണങ്ങളും മനുഷ്യനുണ്ട് എന്നും പറയപ്പെടുന്നു. അതിലേറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയാറുള്ളത് വിവേചനമാണ്, വിവേക ബുദ്ധിയാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കി നിലനിർത്തുന്ന വികാരങ്ങളിൽ ഏറ്റവും മുൻഗണനാ പട്ടികയിൽ വരുന്ന വികാരങ്ങളിൽ ഒന്നാണ് ദയ എന്ന വികാരം. സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കാനും സർവ്വപ്രപഞ്ചത്തോടും ദയാത്മകമായിട്ടുള്ളൊരു സമീപനവും മനുഷ്യർക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ദയയുടെ മഹത്വം എത്രത്തോളം വലുതാണ് എന്ന് മനുഷ്യരെ പഠിപ്പിച്ച ഒരു മഹാത്മാവിൻ്റെ കഥയാണ് ഇന്നത്തെ കഥയമമയിൽ നമ്മൾ പരിശോധിക്കുന്നത്, രന്തിദേവൻ്റെ കഥ. ഈ കഥ പ്രതിപാദിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ്. ശ്രീശുക ബ്രഹ്മർഷി ദയയുടെ മഹത്വം പറയാനായിട്ടും സർവ്വചരാചരങ്ങളിലും ഭഗവാനെ കാണണം എന്ന് പഠിപ്പിക്കാനായിട്ടും പരീക്ഷിത്ത് മഹാരാജാവിന് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രന്തിദേവൻ എന്ന് വിളിക്കപ്പെടുന്ന രാജാവ്, അദ്ദേഹം ഭരദ്വാജന്റെ വംശത്തിൽ വരുന്ന രാജാവാണ്. ഇതേ ഭരദ്വാജന്റെ വംശത്തിൽ വരുന്ന ഒരു രാജകുമാരനായിരുന്നു ഹസ്തി. ആ ഹസ്തിയാണ് നമ്മൾ വളരെയധികം പരിചയിച്ചിട്ടുള്ള ഹസ്തിനപുരം എന്ന് പറയുന്ന നഗരം സൃഷ്ടിച്ചിട്ടുള്ളത്. എന്തായാലും അവരുടെ പരമ്പരയിൽ വരുന്ന ഈ രന്തിദേവൻ എന്ന് പറയുന്ന രാജാവ് അത്യധികം ധർമ്മിഷ്ഠനും അതിലേറെ ദാനശീലനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിരുന്നു ആരെന്ത് വന്ന് ചോദിച്ചാലും അതെടുത്ത് കൊടുക്കും അദ്ദേഹം. അത്രയധികം കാരുണ്യം, ദയ, അതൊക്കെ ജന്മനാ തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് എല്ലാ ദിവസവും കൊട്ടാരത്തിലേക്ക് ആളുകളുടെ ഒഴുക്കാണ്. ഓരോ ആളുകളും വന്ന് അവരുടെ വിഷമങ്ങൾ പറയും രാജാവിനോട്. അദ്ദേഹം തൻ്റെ കയ്യിൽ അപ്പോൾ എന്താണോ കിട്ടണത് അതെടുത്ത് കൊടുക്കും. അവർ സന്തോഷമായിട്ട് തിരിച്ചു പോകും. അങ്ങനെ ആ രാജാവിൻ്റെ കീഴിൽ ജീവിക്കാൻ ആ രാജ്യത്തുള്ള പ്രജകൾക്കൊക്കെ തന്നെ വലിയ സന്തോഷമായിരുന്നു എന്നാണ്. പക്ഷേ ഈ ദാനശീലം എന്ന് വിളിക്കപ്പെടുന്ന വികാരം അധികമായാലും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയണത്. കാരണം രാജ്യത്ത് പതിയെ പതിയെ സമ്പത്ത് കുറയാൻ തുടങ്ങി, പതുക്കെ ക്ഷാമം വരാൻ തുടങ്ങി, ആളുകൾക്കൊക്കെ പല ബുദ്ധിമുട്ടുകളും നേരിടാൻ തുടങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നി തൻ്റെ ഈ ദാനശീലം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ട് ഇനി ഞാൻ കാരണം ഇവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് കരുതി അദ്ദേഹം രാജ്യഭാരം ഏറ്റവും പണ്ഡിതനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയെ ഏൽപ്പിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി. വനത്തിലെ അവസ്ഥ രാജ്യകൊട്ടാരത്തിലെ പോലെയൊന്നും ആയിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അദ്ദേഹം ആണെങ്കിൽ കുടുംബത്തോടൊപ്പമാണ് സഞ്ചരിച്ചിരുന്നത്. ഭക്ഷണം എന്ന് പറയുന്ന വസ്തു കണി കാണാൻ കിട്ടാത്ത അവസ്ഥയായിരുന്നു. രാജാവിനാണെങ്കിൽ ഇങ്ങനെ മൃഗങ്ങളെ കൊന്നു തിന്നൊന്നും പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം അലഞ്ഞു നടന്നു എന്നാണ് കഥയിൽ പറയുന്നത്. എന്തിനധികം പറയണു, ദാഹിച്ചപ്പോൾ കുടിക്കാൻ കുറച്ച് വെള്ളം പോലും അധികം കിട്ടിയിരുന്നില്ല അത്ര. അങ്ങനെ കഷ്ടപ്പെട്ട് നടക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ചാരിതാർത്ഥ്യം ഉണ്ടായിരുന്നു. ഇന്നേ വരെ ധർമ്മം വിട്ടൊന്നും ചെയ്തിട്ടില്ല, സാധിക്കുന്നത് പോലെ ആളുകളെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കും ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും എന്ന് കരുതി അദ്ദേഹം സഞ്ചരിച്ചു. കഥയിൽ പറയുന്നത് 48 ദിവസം അദ്ദേഹത്തിന് ഭക്ഷണം കിട്ടിയില്ല എന്നാണ്. പട്ടിണി കിടന്നു കുടുംബം മൊത്തം. 48 ദിവസം പട്ടിണി കിടന്ന രാജാവിന് അവസാനം എവിടെ നിന്നോ കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും കിട്ടി. അവർക്ക് അപ്പുണ്ടായിട്ടുള്ള സന്തോഷം എത്രത്തോളാണെന്ന് പറയാൻ വയ്യ. കാരണം ഇത്രയും ദിവസമായിട്ട് പട്ടിണിയാണ്, കുറച്ചെങ്കിലും ഒരു ഭക്ഷണം ഇപ്പോഴാണ് കിട്ടിയത്. കുടുംബമായിട്ട് അദ്ദേഹം വട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്ത സമയത്ത് അതാ വരുന്നു ഒരു ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണൻ ഇദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, മഹാത്മാവേ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം തരണം. അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തിരി ഭക്ഷണമുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അതിൽ നിന്ന് പകുതി എടുത്ത് ഈ ബ്രാഹ്മണന് കൊടുത്തു. ബാക്കി അദ്ദേഹം കഴിക്കാമെന്ന് കരുതി വീണ്ടും അദ്ദേഹം കഴിക്കാനായിട്ടിരുന്നു. ആ ഭക്ഷണത്തിൽ കൈ വെക്കുന്നതിന് മുമ്പായിട്ട് അപ്പോൾ അവിടേക്ക് ഒരു വ്യാപാരി വന്നു എന്നാണ്. ഒരു വ്യാപാരിയായിട്ടുള്ള മനുഷ്യനും ഇതുപോലെ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായി, എവിടെന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടി ഞങ്ങൾക്ക് തരണേന്ന്. അദ്ദേഹം അവശേഷിച്ചിരുന്ന ഭക്ഷണം എടുത്തിട്ട് ആ വ്യാപാരിയെ കൊടുത്തു. ഇനി ആകെ കുറച്ച് ബാക്കിയുള്ളത് വെള്ളമാണ്, കുടിക്കാനുള്ള ജലം. അതെങ്കിൽ അത് എന്ന് കരുതി അത് കുടിക്കാനായിട്ട് ഭാവിച്ചപ്പോൾ ഒരു വേട്ടക്കാരൻ കുറച്ച് പട്ടികളുമായി ആ വഴി വന്നു എന്നാണ്. അദ്ദേഹവും രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ വേട്ടയ്ക്ക് പോയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല, എൻ്റെ പട്ടികളാണെങ്കിലും കുറേ ദിവസമായിട്ട് പട്ടിണിയാണ്, കുറച്ച് വെള്ളമെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമാവും, കുറച്ച് വെള്ളമെങ്കിലും തരണമെന്ന്. അദ്ദേഹം ഒന്നും മറിച്ച് ചിന്തിച്ചില്ല.
തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പാത്രം മുഴുവനായിട്ട് ആ വേട്ടക്കാരന് കൊടുത്തു എന്നാണ്. നോക്കൂ, 48 ദിവസം പട്ടിണി കിടന്ന രാജാവാണ്. അദ്ദേഹത്തിന് കിട്ടിയ ഭക്ഷണം മുഴുവൻ അദ്ദേഹം തന്നെ ആശ്രയിച്ചവർക്ക് ദാനം ചെയ്തു. ആ സമയത്ത് അവിടെ സാക്ഷാൽ ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. അവരാണത്രേ ഈ 3 വേഷത്തിൽ വന്നത്. ബ്രാഹ്മണനായിട്ട് വന്നത് ബ്രഹ്മാവ്, വ്യാപാരിയായിട്ട് വന്നത് നാരായണൻ, അവസാനം വേട്ടക്കാരനായിട്ട് വന്നത് സാക്ഷാൽ മഹാദേവൻ. അവർക്ക് വലിയ സന്തോഷമായി. ഇദ്ദേഹത്തിൻ്റെ ഈ ദയ, അതുപോലെ തന്നെ ദാനശീലത, അതിൽ വളരെയധികം പ്രത്യക്ഷമായിട്ട് അവർക്ക് സന്തോഷം ഉണ്ടാവുകയും എന്ത് വരാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചോദിച്ചോളാനും പറഞ്ഞു എന്നാണ്. എന്നാൽ നന്ദിദേവനാവട്ടെ, അദ്ദേഹം പറഞ്ഞു, മഹാത്മാക്കളെ, എനിക്ക് യാതൊരു വരവും താല്പര്യമില്ല. ഞാൻ ജീവനോടുള്ള കാലത്തോളം എന്നെ ആശ്രയിക്കുന്നവർക്ക് എനിക്ക് സാധിക്കുന്ന സഹായങ്ങൾ ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാക്കി തരണം. അതല്ലാതെ എനിക്ക് യാതൊരു വരവും വേണ്ട. ഈ ദയ എന്ന് വിളിക്കപ്പെടുന്ന വികാരം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവണേ ഭഗവാനെ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരൊക്കെ ജീവിച്ചിരുന്ന ഭാരതഭൂമിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നന്ദിദേവനെ പോലെ ദയാവായ്പ് നമ്മളിലൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കാണുന്ന സർവ്വചരാചരങ്ങളിലും ആ പരബ്രഹ്മത്തെ ദർശിക്കാൻ നമുക്ക് ശീലിക്കാം. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ഒരു ക്ഷേത്രത്തിന്റെ കമാനവും ക്ഷേത്രമതിലിലെ ചിത്രപ്പണികളുമെല്ലാം ഒരു വ്യക്തിയുടെ ശരീരഭംഗിയും വസ്ത്രാലങ്കാരവും പോലെയാണ്. ക്ഷേത്രത്തിനുള്ളിലെ മുഖ്യപ്രതിഷ്ഠയാണ് ആത്മാവ്. അതിനുവേണ്ടിയുള്ളതാണ് പ്രധാനമായി ചെയ്യേണ്ടത്. പ്രതിഷ്ഠ ശക്തമാണെങ്കിൽ ആരാധകർ ആ തിരുനടയിലേക്ക് അന്വേഷിച്ചെത്തിക്കൊള്ളും. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ക്ഷേത്രങ്ങളുടെ നഗരമാണ് തിരുവനന്തപുരം. ചെറുതും വലുതുമായ 100 കണക്കിന് ക്ഷേത്രങ്ങൾ അനന്തപുരിക്ക് ആത്മീയ ചൈതന്യം പകരുന്നു. പ്രസിദ്ധങ്ങളായ ധാരാളം ശിവക്ഷേത്രങ്ങളും നഗരത്തിനുള്ളിലുണ്ട്. അതിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജം ഭവദ്ഭവ്യഭൂതേശ്വരം ഭൂതനാഥം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. പ്രഭും തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരമേ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ളൂ. ശാസ്തമംഗലത്ത് നിന്നും പേരൂർക്കട റോഡിൽ പൈപ്പിൻമൂട് എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് അനന്തപുരവാസികൾ കുടിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്നത് കിള്ളിയാറിലെ വെള്ളമായിരുന്നു. കിഴക്കൻ മലയിൽ നിന്ന് തെളിനീരുമായി ഒഴുകിയെത്തിയ കിള്ളിയാറിനോട് ചേർന്നാണ് മഹാദേവ ക്ഷേത്ര പ്രതിഷ്ഠ. കിള്ളിയാറിനോട് ചേർന്ന് വയലും പിന്നെ കുന്നുമായിരുന്നു പണ്ടിവിടം. കുന്നിലാണ് മഹാദേവ ക്ഷേത്രം. പച്ചപ്പിന്റെ ദൂരക്കാഴ്ചകൾ മറയ്ക്കാത്ത ഈ പ്രദേശം വശ്യമായിരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ കിള്ളിയാറ് കിഴക്ക് ഭാഗത്തൂടെ ഒഴുകുന്നതാണ് പ്രശസ്തമായ കിള്ളിയാറ്. കിള്ളിയാറാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ നിന്ന് സാധാരണ ഉള്ള ഐതിഹ്യം പോലെ തന്നെ ഒരു ഹരിജൻ സ്ത്രീ അവിടെ നിന്ന് കുടത്തിൽ വെള്ളവുമായിട്ട് വരികയും, ഇത് എള്ളുവിള എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ഇവിടെ അന്ന് പണ്ട് പാറക്കെട്ടുകളൊക്കെ ആയിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ കലം താഴെ വീഴുകയും അത് വീഴുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോൾ അവിടെ രക്തം കണ്ടുവന്നും അങ്ങനെ ചാത്ത മൺകലവുമായി വന്ന സ്ഥലമാണ് പിൽക്കാലത്ത് പരിണമിച്ച് ശാസ്തമംഗലമായി മാറി എന്നുമാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. ശാന്ത സ്വരൂപമുള്ള ഇതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൽ പൂർണ്ണ പ്രദക്ഷിണമാണ്.
അല്ലാതെ പകുതി സ്ഥലത്ത് വടക്ക് ഭാഗത്ത് വന്നിട്ട് തിരിച്ച് പോയി ചെന്ന് തൊഴുന്ന ഒരു രീതിയല്ല. പൂർണ്ണമായിട്ട് ശിവേലി ഉൾപ്പെടെ ഇതിൻ്റെ അകത്ത് പൂർണ്ണ പ്രദക്ഷിണ ഉള്ള ഒരു ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം. അതുപോലെ തന്നെ ഇവിടുത്തെ ഗണപതി ഒക്കത്ത ഗണപതി എന്ന് പറയുന്നതാണ്. കാരണം മറ്റൊരു സ്ഥലത്ത് ഈശാന കോണിൽ പ്രത്യേകിച്ച് അല്ല ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠ. ആ ഗർഭഗൃഹത്തോട് ചേർന്ന് തെക്ക് ഭാഗത്ത് ചേർന്നിരിക്കുന്നതാണ് ഗണപതി പ്രതിഷ്ഠ. അപ്പോൾ അതിനും ആ പ്രതിഷ്ഠയ്ക്കും ഒരു വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് താഴെ നമ്മുടെ നാഗരുടെ പ്രതിഷ്ഠയുണ്ട്. മറ്റ് പ്രതിഷ്ഠകളൊന്നുമില്ല. ദേവി പ്രതിഷ്ഠയോ അല്ലെങ്കിൽ മുരുകൻ്റെ പ്രതിഷ്ഠയോ ഒന്നുമില്ല. പക്ഷേ ഇവിടെ അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. അത് ഈ ആറ്റിൻ്റെ കരയിൽ നിന്ന് ആയിരുന്ന ഭൂതത്താനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഇപ്പം ഈ ഇരിക്കുന്ന സ്ഥലത്ത് അതിൻ്റെ പ്രതിഷ്ഠ വയ്ക്കാറില്ല. അത് അവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഈ കാണുന്നുണ്ട്. ഇത് നേരെ എതിർ സൈഡിൽ തെക്ക് ഭാഗത്താണ് ഈ പ്രതിഷ്ഠ വരുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പ്രതിഷ്ഠ സാധാരണ വയ്ക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല ഇവിടെ വെച്ചിരിക്കുന്നത്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. അതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. തനൗ സർപ്പജാലം മഹാകാലകാലം ഗണേശാധിപാലം മഹാദേവനെ പ്രതിഷ്ഠിച്ച കുന്നിനെ രാധാപുരം എന്നറിയപ്പെട്ടിരുന്നു. കാലം മാറിയപ്പോൾ വയലെല്ലാം വില്ലകളായി. രാധാപുരം രാധാനഗറുമായി. കിള്ളിയാർ കാളകൂടമൊഴുകുന്ന നീർച്ചാലുമായി. ഭൂഷാധരം തം അനാദിം ഹ്യപാരം മഹാമോഹമാരം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. 700 വർഷങ്ങൾക്കപ്പുറമുള്ള ചരിത്ര പഴക്കമുണ്ട് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്. തിരുവിതാംകൂർ രാജാക്കന്മാർ മുടങ്ങാതെ ഇവിടെ ദർശനം നടത്തിയിരുന്നു. ശാസ്തമംഗലത്ത് എഴുന്നള്ളത്തിൻ്റെ ഫോട്ടോകളും അന്ന് രാജാവ് ഇവിടെ വരുന്നതിൻ്റെയൊക്കെ പഴയ ചിത്രങ്ങൾ രാജകുടുംബത്തിലുണ്ട്. അപ്പോൾ രാജാവിൻ്റെ രഥം ശാസ്തമംഗലത്ത് വന്ന് നിന്നിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് നടന്ന് വന്ന് ഈ പടിഞ്ഞാറേ നട വഴിയാണ് അകത്ത് കയറി ദർശനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലം ഇവിടെ മേട, അത് പുരാവസ്തുവിൻ്റെ പേരിൽ രേഖപ്പെടുത്തി ഇന്നും അത് നിലനിർത്തുന്നുണ്ട്. അത് ഒരുപാട് ഇത് കഴിഞ്ഞതിന് ശേഷം അതിനെ പൊളിക്കാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല ഗവൺമെൻറ് തന്നെ. അപ്പോൾ ശാസ്തമംഗലം ആ രഥപ്പുര കുന്ന് എന്ന് പറയുന്ന സ്ഥലം ഇന്ന് ശാസ്തമംഗലത്ത് വളരെ പ്രശസ്തമാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു വിളിപ്പാട് അകലമേയുള്ളൂ ക്ഷേത്രത്തിലേക്ക്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ ഈ ക്ഷേത്രത്തിന് തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മയെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് രാധാപുര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന കൂപക്കര പോറ്റിയായിരുന്നു. ഇതിന്റെ നന്ദി സൂചകമായി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ബന്ധുക്കളും പരിവാരങ്ങളും മുറതെറ്റാതെ ക്ഷേത്രത്തിലെത്തി ദേവനെ വണങ്ങിയിരുന്നു. ക്ഷേത്രത്തിലെത്തുന്ന രാജകുടുംബാംഗങ്ങൾക്ക് വിശ്രമിക്കാൻ ഒരുക്കിയിരുന്ന പ്രത്യേക സ്ഥലം ഇന്നും ക്ഷേത്ര പരിസരത്തുണ്ട്. പക്ഷേ അവഗണനയും കാലപ്പഴക്കവും കൊണ്ട് വിശ്രമസ്ഥലം ജീർണാവസ്ഥയിലാണിപ്പോൾ. മുമ്പ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ടിൽ പങ്കെടുക്കാൻ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരത്തിൽ നിന്ന് രാജാവും പരിവാരങ്ങളും എത്തിയതിൻ്റെ ചരിത്രരേഖകളുണ്ട്. 6 വെള്ളക്കുതിരകൾ വലിക്കുന്ന സ്വർണ്ണരഥത്തിലായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് മഹാരാജാവ് ശാസ്തമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിയിരുന്നത്. രാജാവിൻ്റെ രഥത്തിന് പിന്നാലെ പിന്തുടർച്ചാ അവകാശികൾ, കോയിക്കൽ തമ്പുരാക്കന്മാർ, മുഖ്യ ന്യായാധിപൻ തുടങ്ങിയവർ വെവ്വേറെ രഥങ്ങളിൽ രാജാവിനെ അനുഗമിക്കുമായിരുന്നു. രഥഘോഷയാത്ര വെള്ളയമ്പലത്തെത്തി അവിടെ നിന്നാണ് ശാസ്തമംഗലം മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നത്. പരബ്രഹ്മ ബ്രഹ്മാദിഭിർവന്ദ്യമാനം ശിവം ശങ്കരം ശംഭുമീശാനമീഢേ. ക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാന പൂജാരിയുടെ വസതിയിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച ശേഷം രാജാവും പരിവാരങ്ങളും മടങ്ങുന്നതായിരുന്നു പതിവ്. അന്ന് അനന്തപുരിയിലെ പ്രധാന ഘോഷയാത്രയായിരുന്നു ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള രാജാവിന്റെ സന്ദർശനം. പകിട്ടാർന്ന ഈ ഘോഷയാത്ര കാണാൻ രാജപാതയ്ക്ക് ഇരുവശവും നഗരവാസികൾ തടിച്ചുകൂടിയിരുന്നു.
മറ്റ് ശിവക്ഷേത്രങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട്. ഇവിടെ ശ്രീ മഹാദേവനോടൊപ്പം പാർവതീദേവിക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. ഇരുവർക്കും പ്രിയപ്പെട്ട കോവള മരത്തിനുമുണ്ട് ആരാധനാ പ്രാധാന്യം. ക്ഷേത്രത്തിലെ വലിയ ബലിക്കല്ലും അപൂർവതയാണ്. ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ഗണപതി, അയ്യപ്പൻ, ശ്രീമുരുകൻ, ഭദ്രകാളി, വീരഭദ്രൻ എന്നീ ഉപദേവതകൾക്കും ഇവിടെ നിത്യപൂജയുണ്ട്. നാഗദേവതകൾ, ഭദ്രകാളി തുടങ്ങിയ ദേവതകൾക്ക് ക്ഷേത്ര ചുറ്റുമതിലിന് പുറത്തും പ്രതിഷ്ഠയുണ്ട്. ശരശ്ചന്ദ്രഗാത്രം ഗണാനന്ദപാത്രം ത്രിനേത്രം പവിത്രം ധനേശസ്യ ഓരോ ക്ഷേത്രങ്ങൾക്ക് പിന്നിലും തലമുറകൾ പറഞ്ഞുവരുന്ന ചില നാട്ടുകഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അത്തരത്തിലൊരു ഐതിഹ്യം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ചും പറഞ്ഞു വരുന്നു. വളരെ പണ്ട് പശുക്കൾക്കു വേണ്ടി പുല്ലരിയാൻ പോയ ഒരു സ്ത്രീ കത്തിക്ക് മൂർച്ച കൂട്ടാൻ അടുത്ത് കണ്ട ഒരു പാറക്കല്ലിൽ കത്തി രാഗി മിനുക്കി. പെട്ടെന്ന് ആ പാറയിൽ നിന്നും രക്തം ഒഴുകി വരുന്നത് അവർ കണ്ടു. ഭയപ്പെട്ടു പോയ സ്ത്രീ നടന്ന സംഭവങ്ങളെല്ലാം ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞു. സ്ത്രീ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അവർ നാട്ടുപ്രമുഖരെ കൊണ്ട് ദേവപ്രശ്നം വയ്പ്പിച്ചു. രക്തം പൊടിഞ്ഞ പാറയിൽ ശിവചൈതന്യമുണ്ടെന്നും അവിടെ മഹേശ്വരന് ക്ഷേത്രപ്രതിഷ്ഠ നടത്തണമെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. അധികം താമസിയാതെ പാറയിരുന്ന സ്ഥലത്ത് ചെറിയൊരു ക്ഷേത്രം നിർമ്മിച്ചു. അവിടെ മഹാദേവ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. സ്വയം യപ്രഭാത്തെ നരശൂലപാണേ പഠേത്തോത്രരത്നം വിഹിപ്രാപ്യരത്നം സുപുത്രം. അനവധി തവണ പുനരുദ്ധാരണങ്ങൾ കൊണ്ടാണ് ശിവസന്നിധി ഇന്ന് കാണുന്ന തരത്തിൽ മഹാക്ഷേത്രമായി മാറുന്നത്. ശിവപാർവതിമാർ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പ്രതിഷ്ഠാസങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ധനുമാസത്തിലെ തിരുവാതിര ഉത്സവത്തിന് ഏറെ പ്രാധാന്യമുണ്ടിവിടെ. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ തൃക്കൊടിയേറി 10ാം നാളിൽ ആറാട്ടോടുകൂടി ഉത്സവം അവസാനിക്കുന്നു. മഹാശിവരാത്രിയും അതിവിപുലമായി ഇവിടെ ആചരിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായി വ്രതങ്ങൾ അനുഷ്ഠിക്കാനും അഖണ്ഡ പ്രാർത്ഥനകൾക്കുമായി ദൂരെ നിക്കിൽ നിന്നുപോലും അനേകം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു. അഗണിത ഗുണഗണ അമിത ശിവഹര. സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിന്റെയും എല്ലാ സൗകുമാര്യങ്ങളും രൗദ്രതയും ഒത്തുചേരുന്ന ശ്രീ പരമേശ്വരന്റെ ചൈതന്യം കുടികൊള്ളുന്ന പുണ്യസ്ഥലമാണ് ശാസ്തമംഗലം ശ്രീ മഹാദേവ ക്ഷേത്രം. സർവം തികഞ്ഞ ഈശ്വര സങ്കല്പത്തിന്റെ ഉത്തമ ഭാവമാണ് ഇവിടെ ശ്രീ മഹാദേവന്. ഇന്ദുകലാധര ഇന്ദ്രാദി പ്രിയ സുന്ദര രൂപ സുരേശ ശിവഹര. സാംബ സദാശിവ 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 സാംബ സദാശിവ. നാം സ്വതന്ത്രരാണ് എന്ന് ഒരിക്കലും പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പറയാനാകില്ല. ബന്ധങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രം ബന്ധനം വിട്ടുമാറുന്നില്ല എന്നർത്ഥം. നല്ല ബന്ധങ്ങൾ കരുത്തായി കാണുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.